ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടോപ്പ് എക്സ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു മത്സര പരീക്ഷയ്ക്ക് എന്തിനാണ് മാത്സ് പഠിക്കുന്നത്? ഇത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് നേരെ പ്രോബ്ലം സെഷനിലേക്ക് പോകാം. പക്ഷേ ഇതറിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങളൊരു കോമ്പറ്റിറ്റീവ് എക്സാമിന്, ഈ PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് കോമ്പറ്റിറ്റീവ് പരീക്ഷ എടുത്താലും കണക്ക് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ചോദ്യങ്ങളുണ്ടാവും. ഒരു 10 ചോദ്യം അല്ലെങ്കിൽ 20 ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. എന്തിനാണ് ഈ മാത്സ് വെക്കുന്നത്? ആ മാത്സ് ഒഴിവാക്കി കൂടെ അവർക്ക്? ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? മാത്സ് കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നമാവുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്, ബുദ്ധിമുട്ടാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ്? ഒന്നുമില്ല. ആദ്യത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ മാത്സ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ നമ്മളെ പഠിപ്പിച്ചവർ കൊണ്ടായിരിക്കാം നമ്മൾ മാത്സ് എന്ന സബ്ജക്റ്റിനെ വെറുക്കുന്നത്. പക്ഷേ ഇതൊരു സ്കില്ല് സെറ്റ് സബ്ജക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വ്യക്തിയുടെ സ്കില്ല്, പലതരം സ്കില്ലുകൾ, ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്കില്ലുകളെ വളരെ ചെറിയ സമയം കൊണ്ട് അളക്കാൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ലോജിക്കൽ സ്കില്ലും അനലിറ്റിക്കൽ തിങ്കിങ്ങും. ലോജിക്കൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ കണക്കിനോട്, അതായത് കണക്ക് കൂട്ടലും കാര്യങ്ങളും, ജീവിതത്തിൽ തന്നെ കണക്ക് കൂട്ടൽ നന്നായാലല്ലേ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആവുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ലോജിക്കലായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു, അനലിറ്റിക്കലായിട്ട് നിങ്ങൾ എത്രമാത്രം ചിന്തിക്കുന്നു, അതൊരു നിങ്ങൾ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ അത് ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം ക്യാപ്പബിൾ ആണെന്ന് നിങ്ങളുടെ കണക്കിലുള്ള ഒരു കഴിവ് മനസ്സിലാക്കുന്നതോടെ വ്യക്തമാവും. ഓക്കെ, ഇനി അടുത്തത്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ സോൾവ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി, അതിൻ്റെ ഒരു കഴിവിനെ പറ്റി മാത്തമാറ്റിക്സിലൂടെ അളക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ടൈം മാനേജ്മെൻറ്റ്. പരീക്ഷ എഴുതുമ്പോൾ തന്നെ സമയത്തെ മാനേജ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ സമയം കളയുന്നതിൽ ഏറ്റവും വലിയ വില്ലനായിട്ട് മാത്സ് ആയിട്ട് തോന്നിയിട്ടില്ലേ? കാരണം ഈ കണക്ക് ചെയ്യുമ്പോൾ, ഈ പറയുന്ന ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ സമയബന്ധിതമായി ചെയ്യാനുള്ള കഴിവും ചിന്താശക്തിയും, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളിലുണ്ടോ എന്ന് അളക്കാനും ഈ ഒരു കണക്കിന് കോമ്പറ്റിറ്റീവ് എക്സാമിൽ റോളുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുള്ളതിടത്ത് നമ്മൾ സമയം ചിലവഴിക്കുന്നു, ആവശ്യമില്ലാത്തടത്ത് സമയം കുറവ് ചിലവഴിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ചോദ്യങ്ങളും പറ്റാത്ത ചോദ്യങ്ങളും ചോദിക്കും. പറ്റാത്ത ചോദ്യങ്ങളുടെ ഉദാത്തമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സമയം കളയുക എന്നതാണ്. അപ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് വരണം. പല കുട്ടികൾക്കും, പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റുന്ന ഒരു വലിയ മണ്ടത്തരമാണ് ഈ സമയത്തെ കൃത്യമായിട്ടും എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഉപയോഗിക്കാൻ പറ്റാത്തത്. ഇനി മറ്റൊന്ന്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. അതായത് ഭാഷ, സംസ്കാരം, കൾച്ചർ, ജീവിത രീതി എന്തുമാവട്ടെ, കണക്ക് എന്നൊരു പരീക്ഷ, അല്ലെ കണക്ക് എന്നൊരു വിഷയത്തിന് ഇതൊന്നും ബാധിക്കില്ല. തമിഴ് പഠിച്ചാലും, തെലുങ്ക് പഠിച്ചാലും, കന്നഡ പഠിച്ചാലും, മലയാളം പഠിച്ചാലും, ഹിന്ദി പഠിച്ചാലും, കണക്ക് ചെയ്യുന്നതിന് ഒരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. ചോദ്യം നമുക്കത് മനസ്സിലായാൽ ഉത്തരം എഴുതുന്ന ഒരേ രീതികളേ ഉള്ളൂ. അല്ലാണ്ട് ഭാഷയും സംസ്ഥാനവും സ്ഥലങ്ങളും അനുസരിച്ച് കണക്കിൻ്റെ രീതികൾ മാറുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി, തുല്യ അവസരം നൽകുന്ന ഒരു സബ്ജക്റ്റാണ് കണക്കെന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് സ്പീഡ് ആൻഡ് ആക്യുറസി. എത്രമാത്രം നിങ്ങൾ ഒരു കാര്യത്തിനോട് ഷാർപ്പാണ്, നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ ആക്യുറസിയും അളക്കാൻ കണക്കിനെ കൊണ്ട് കഴിയും. ഇനി ജഡ്ജസ് പ്രസൻസ് ഓഫ് മൈൻഡ്. യുക്തിബന്ധമായി ചെയ്യേണ്ട, യുക്തിബോധത്തോടെ ചെയ്യേണ്ട ചോദ്യങ്ങളുണ്ട് റീസണിങ്ങിൻ്റെ അകത്ത്. അത് നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, എപ്പോഴും നമ്മളൊരു കാര്യത്തിനോട് എത്രമാത്രം പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുന്നു എന്ന് അളക്കാനായിട്ട് സഹായിക്കും. അടുത്തത് ഫിൽറ്റേഴ്സ് കാൻഡിഡേറ്റ്സ് എഫക്റ്റീവ്ലി. ഇത് മറ്റൊരു തന്ത്രമാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ പഠിക്കുന്ന പരീക്ഷയ്ക്ക് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വരും, അല്ലേ? നമ്മൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കേൾക്കും. ഇപ്പോൾ LDC വരെയുള്ള പരീക്ഷ എടുക്കുകയാണ്, CPA വരെയൊരു പരീക്ഷ എടുക്കുകയാണ്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, ഇങ്ങനെ പല പരീക്ഷകൾ എടുക്കുമ്പം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ധാരാളമുണ്ട്. പക്ഷേ ഇതിൽ എത്ര പേര് ഇതിന് വേണ്ടി ആത്മാർത്ഥമായി ഇരുന്ന് പഠിച്ച് എഴുതിയെടുക്കുന്നുണ്ട്? അപ്പം ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊക്കെ, ഈ കണക്ക് പോലെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഇതിനു വേണ്ടി കൃത്യമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന, അതായത് പൂർണ്ണ അർഹമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ ഇങ്ങനെയുള്ള മാത്സ് പോലെയുള്ള വിഷയങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ കണക്ക് എന്ന് പറയുന്നത് ഈ ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് ഈ പറയുന്ന കോമ്പറ്റിറ്റീവ് എക്സാമിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കണക്ക് പഠിക്കാൻ തുടങ്ങിയാൽ
വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും 10 ചോദ്യത്തിൽ 8 എണ്ണവും ശരിയാക്കുന്ന ഒരു ലെവലിലേക്ക് വരും. അത് പിന്നെ പ്രാക്ടീസിലൂടെ 9 ആവും, പിന്നെ അത് 10ൽ 10 ആവും. ഓക്കെ ആണേടാ? അപ്പോൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുക. പരീക്ഷാ കാലമാണ്, ഏതൊരു പരീക്ഷയ്ക്കും പഠിക്കാതിരിക്കുമ്പോൾ ഈ ഒരു വസ്തുത കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓരോ ചോദ്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ചോദ്യങ്ങളെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഈ പാറ്റേൺ ചോദ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കടാ, 1, 3, 5 അങ്ങനെ n പദങ്ങൾ ഡിവൈഡഡ് ബൈ 1, 2, 3 അങ്ങനെ n പദങ്ങൾ എന്ന് പറയുന്നത്, ഈ ഇതിൻ്റെ തുക എന്ന് പറയുന്നത് 12/7 ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില എത്ര? നിങ്ങൾക്കറിയാവുന്ന ഒരു വസ്തുതയുണ്ടല്ലോ, ആദ്യത്തെ n ഓഡ് നമ്പറുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? ആ എണ്ണത്തിൻ്റെ ആദ്യത്തെ n എണ്ണമുണ്ട്, ആ എണ്ണത്തിൻ്റെ സ്ക്വയർ ആണ്. ക്ലിയർ ആണ്? ഇനി ആദ്യത്തെ 1, 2, 3 എക്സെട്ര n ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ n നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അതെന്താണെടാ? n × n + 1/2 ആണെന്നുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമുക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് വസ്തുതകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് പടയെന്ന് ചെയ്യാൻ പറ്റും. എന്ത് വരും? ഇത് n² n × n + 1/2 = 12/7 എന്ന് എഴുതാൻ പറ്റും. ഇനി എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. അതാ നോക്കുക, a/b c/d എന്ന് പറഞ്ഞാൽ a/b-നെ അതിൻ്റെ ഈ ഡിനോമിനേറ്ററിൽ ഇവിടെ കിടക്കുന്ന അടിയിൽ കിടക്കുന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുന്നതിനോട് തുല്യമാണ്. a/b/c/d എന്ന് പറഞ്ഞാൽ ഇതിനെന്ത് എഴുതാൻ പറ്റും? ഗുണിക്കുമ്പോൾ നേരെ ഗുണിക്കാം, a × d/b × c. അപ്പോൾ ഇവിടെ നോക്കുക, n² ഇതെന്താണ്? n² n × n + 1/2 എന്ന് പറയുമ്പം n²നെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റൂടാ? n²നെ ഞാൻ n²/1 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ n²/1 × 2 / n × n + 1 = 12/7. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഗുണിക്കാം, 2n² / n × n + 1 = 12/7 എന്ന് കാണാം. ഇവിടെ എന്ത് സംഭവിക്കും നോക്കടാ? ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു n വെട്ടിപ്പോവും. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? 2n മുകളിലുണ്ട്, താഴെ n + 1 ഉണ്ട്. അത് 12/7 എന്നാവും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, a/b = c/d ആണെങ്കിൽ അതിൻ്റെ അർത്ഥം a = c ആയിരിക്കണം, b = d ആയിരിക്കണം എന്നാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? n-ൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 2n = 12 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അത് n എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12/2. ഗുണിച്ചിരിക്കുന്ന സാധനം ഇപ്പുറം എടുക്കുമ്പോൾ ഹരണമാവും, 12/2 6 എന്ന് വരും. അല്ലെങ്കിൽ n + 1 = 7 എന്ന് ഇക്വേറ്റ് ചെയ്താൽ n = 7, ഈ +1 ഇപ്പുറം എടുക്കുമ്പോൾ -1 ആവും, 6 എന്ന് കിട്ടും. രണ്ടും 6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ചെയ്ത രീതി മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കുക. ഒരാൾ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. ഓക്കെ ആണേ? ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലായി. 1 ഡസൻ ബാഗുകൾ, 1 ഡസൻ ബാഗുകളാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 4920 രൂപയ്ക്ക് വിറ്റത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് 18% എന്തുണ്ടായടാ? നഷ്ടം സംഭവിച്ചു. ഇനി ചോദിച്ചിരിക്കുന്നത് 15% അദ്ദേഹത്തിന് ലാഭം കിട്ടണമെങ്കിൽ, 15% അദ്ദേഹത്തിന് ലാഭം കിട്ടണമെങ്കിൽ ഓരോ ബാഗും, ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേടാ, ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാ പറഞ്ഞത്. എടാ, 1 ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ പണ്ടൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ കളിക്കൂലായിരുന്നു, ഒരമ്മ കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി, അങ്ങനെ പറഞ്ഞ് കളിക്കൂല. അപ്പോൾ 1 ഡസൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അല്ല, 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ് എന്ന അറിവ് ഇവിടെ വേണം. ഓക്കെ ആണല്ലോ? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ 1 ഡസൻ എന്നുള്ളത് ഒരു ബാഗിൻ്റെ വില, ഒരു ബാഗ് എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ള രീതി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണേ? അപ്പോൾ ഇവിടെ 1 ഡസൻ 12 എണ്ണം ആണെങ്കിൽ 1 ഡസൻ വിറ്റത് 4920 രൂപയ്ക്കല്ലേ? അപ്പം ഒരു ബാഗിന് എത്രയായിരിക്കും? 4920/12. ഓക്കെ ആണേ? ക്ലിയർ ആണേ?
ഉറപ്പായിട്ടും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു നമ്പർ ഇവർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഹരിക്കാൻ പറ്റും, തീർച്ചയാണ്. ക്ലിയർ ആണേ? ഇനി ഇത് ഹരിക്കുമ്പോൾ കൃത്യമായിട്ടും ഇവിടെ നോക്കുക, ഇതിന് നിങ്ങളതാ ഇങ്ങനെ കാണാനൊന്ന് ചിന്തിക്കണേ മക്കളെ. 492 × 10/12. അപ്പോൾ ഈ 492നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, 12 കൊണ്ട് ഹരിക്കാൻ പറ്റും. 12 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്, 4 തവണ 48 1 2 41 എന്ന് വരും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പം അത് ഇവിടെ വെട്ടിക്കളയുമ്പോൾ 41 വന്നാൽ ഇത് എത്ര വരും? 410 എന്ന് വരും. അപ്പം ഒരു ബാഗ് വിറ്റത് 410 രൂപയ്ക്കാണ്. അപ്പം 18% നഷ്ടം ഉണ്ടായി. ഇനി ലാഭം നഷ്ടം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിലെ ഐഡിയ ആണ്. നമ്മൾ ഒരു സാധനം വാങ്ങുന്നത് എപ്പോഴും 100% കൊടുത്തിട്ടാണ് ഒരു സാധനം മേടിക്കുന്നത്. ക്ലിയർ ആണേ? ആ ഒരു വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അത് നമ്മൾ വിൽക്കുന്നു. അപ്പം 100% കൊടുത്തൊരു സാധനം മേടിച്ചു, പിന്നെ അത് നമ്മൾ വിൽക്കുന്നു. അപ്പം 100% കൊടുത്ത് ഇയാൾ എന്ത് ചെയ്തു? ഒരു ബാഗ് മേടിച്ചു. അത് വിറ്റത് എത്ര രൂപയ്ക്കാണ്? 410 രൂപയ്ക്കാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ വിൽപ്പന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് 18% നഷ്ടമായി പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ 100%ൻ്റെ എത്ര ശതമാനം കിട്ടിയിരിക്കുന്നത്? അതായത് 100ൽ നിന്നും 18 കുറച്ച് കഴിഞ്ഞാൽ 82% അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ 410. അതായത് ഈ 410 എന്ന് പറഞ്ഞാൽ എന്താണ്? 82% ഇദ്ദേഹം മേടിച്ച ഈ ബാഗ് 100% കൊടുത്താണ് അദ്ദേഹം ബാഗ് മേടിച്ചത്. 18% നഷ്ടത്തിൽ വിറ്റു. ആ വിറ്റ പൈസ എന്ന് പറയുന്നത് 410 ആണ്. അപ്പോൾ ഈ 410 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? ഈ 18% നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 100%ത്തിന് മിച്ചം എത്രയുണ്ട്? അതായിരിക്കും ആ ശതമാനം എന്ന് പറയുന്നത്. അതായത് 82% 410. ഓക്കെ ആണേ? അപ്പോൾ ലാഭം, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 100%ത്തിനൊരു സാധനം എപ്പോഴും മേടിച്ച് നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ 100%ത്തിന് കൂടുതൽ വിൽക്കണം. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഒരു സാധനം ഒരു കടയിൽ നിന്ന് മേടിച്ചു. ഇപ്പം ഞാൻ എനിക്കൊരു കടയുണ്ടെന്ന് വിചാരിക്കാം. ഒരു കടയിൽ ഞാൻ ചായപ്പൊടി വിറ്റപ്പം എനിക്ക് 5% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ 100%ത്തിന് അത് മേടിച്ചു. ഞാൻ 5% ലാഭത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ 100% അതിൻ്റെ പൈസയുടെ കൂടെ 5% കൂടെ ചേർന്ന് ലാഭത്തിന് വിറ്റു. ഓക്കെ, അതായത് 105% ഞാനത് വിൽക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? എനിക്ക് 5% ലാഭം കിട്ടുന്നത്. ഐഡിയ മനസ്സിലായേ? 100%ത്തിന് ഞാൻ മേടിക്കുന്ന സാധനം ആ 100%ത്തിന് കൂടുതൽ ശതമാനത്തിന് വിൽക്കുമ്പോഴാണ് എനിക്ക് ലാഭം വരിക. ആ 100%ത്തിന് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമായിരിക്കും. ഇവിടെ നോക്കിക്കേ, 82% ഞാൻ വിറ്റു. അതായത് 410 രൂപയ്ക്കാണെന്നാണ് ക്ലിയർ പറയുന്നത്. 100% ഞാൻ മേടിച്ച സാധനം 82% വിൽക്കുന്നു പറയുമ്പോൾ എനിക്ക് അവിടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 18ആണ്. ഇവിടെ അത് തിരിച്ചു പറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 15% ലാഭം അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം എത്രയ്ക്ക് വിൽക്കണം? ഈ 100ൻ്റെ കൂടെ 15 കൂട്ടി 115% വിറ്റെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് 15% ലാഭം കിട്ടുകയുള്ളൂ. ക്ലിയർ ആണ്? ഓക്കെ ആണേ? ഓക്കെ ആണേ? അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? 1% കണ്ടുപിടിക്കുക. 82% 410 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 410 / 82 ആയിരിക്കും. വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെയും ഇങ്ങനെ ഹരണം വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഉത്തരമെല്ലാം ഒരു നിസ്സർഗ സംഖ്യയല്ലേ. അപ്പോൾ ഓപ്ഷനിൽ ഒന്നും ഡെസിമലോ ഫ്രാക്ഷനോ ഒന്നുമില്ല. അപ്പോൾ ഇതും തീർച്ചയായിട്ടും ഹരിക്കാൻ പറ്റും. നിങ്ങൾ നോക്കുക, എന്താണ്? 82 × 5. 82 × 10 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 820. 820ൻ്റെ നേർ പകുതിയല്ലേ 410. അതായത് 5 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. 0 1 എത്ര വരും? 41. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയിട്ട് 5 എന്ന് വരും. ഓക്കെ ആണേടാ? ഓക്കെ ആണേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 115%. 1% 5 ആണെങ്കിൽ 115% എത്രയായിരിക്കും? 5 × 115 ആയിരിക്കും. ഇവിടെ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ചെയ്തത് 82 മിഠായിക്ക് 410 രൂപ. ഒരു മിഠായിക്ക് എത്രയായിരിക്കും? 410/82. ഒരു മിഠായിക്ക് 5 രൂപ. അങ്ങനെയാണെങ്കിൽ 115 മിഠായിക്ക് എത്രയായിരിക്കും? 5 × 115. അതെത്ര വരും? 5 5 25. ശിഷ്ടം 2 5 1 5 5 2 7 5
575 എന്ന് വരും. അതായത് ഓപ്ഷൻ ഏതായിരിക്കും? എന്താ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ ആൻസർ ചൂസ് ചെയ്യുമ്പോൾ 575 എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിയ രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യം ക്ലിയർ ആണ്. ഇവിടെ ഡസൻ എന്നുള്ളത് ഒരു ഭാഗമാക്കിയിട്ടും ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഇതല്ലാതെ മറ്റൊരു രീതി കൊണ്ടുണ്ട്, അതും കൂടെ ഞാനൊന്ന് പറയുകയാണ്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ ചൂസ് ചെയ്ത് ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും നിർബന്ധം പറയില്ല. വീണ്ടും ഞാൻ പറയുന്നു, മാത്തമാറ്റിക്സിലേക്ക് ഒരുപാട് വഴികളുണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വഴി ഏതോ അത് ചൂസ് ചെയ്തോളാം. ഓക്കെ ആണ് മക്കളെ? സെറ്റാണ്, ക്ലിയർ ആണ്, സൂപ്പർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വഴിയും കൂടെ നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അതാ നോക്കുക മക്കളെ, അതേ ചോദ്യത്തിൻ്റെ മറ്റൊരു രീതിയിൽ ഒരു ഡസൻ ബാഗിൽ അദ്ദേഹം വിറ്റത് 4920 രൂപയ്ക്കാണ് അല്ലേ. അപ്പം 100% അദ്ദേഹം മേടിച്ചത്. അത് 4920 വിറ്റു എന്ന് ആ പൈസയ്ക്ക് വിറ്റപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? 18% നഷ്ടം സംഭവിച്ചു. അപ്പോൾ ഈ 4920 എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഈ 100%ത്തിൽ നിന്ന് 18% നഷ്ടവും കഴിഞ്ഞ് ബാക്കിയുള്ള 82%. അതായത് 82% എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 4920 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4920/82 82 മിഠായിക്ക് 4920 രൂപയാണെങ്കിൽ ഒരു മിഠായിക്ക് 4920/82 എന്നുള്ള വസ്തുത ചിന്തിച്ചാൽ മതി. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവിടെ പറയുന്നത് 100% അദ്ദേഹം മേടിച്ച ഇതേ സാധനം. ഓക്കെ, ഇനി എന്ത് സംഭവിക്കണം? അദ്ദേഹത്തിന് 15% ലാഭം കിട്ടണമെങ്കിൽ, അപ്പം 100% കൊടുത്ത് മേടിച്ച ഒരു വസ്തു 15% കിട്ടണമെങ്കിൽ അധികം 115% വിൽക്കണം. ക്ലിയർ ആണേ? 115% വിറ്റെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? അദ്ദേഹത്തിന് 15% ലാഭം കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അതായത് ഈ 100% മേടിച്ചത് കൂടാതെ 15% എക്സ്ട്രാ ഇട്ട്, ഈ 100%ൻ്റെ 15% എക്സ്ട്രാ ഇട്ട് വിറ്റെങ്കിലാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുക? 15% ലാഭം കിട്ടുക. അതായത് മൊത്തം എത്ര ശതമാനത്തിന് അദ്ദേഹം വിൽക്കണം? ഈ മേടിച്ച സാധനം, ഈ ഒരു ഡസൻ ബാഗുകൾ 115% വിറ്റെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് 15% ലാഭം ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. ക്ലിയർ ആണേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ 115% കാണണം. ഏതിൻ്റെ? ഈ 1%. എന്ന് പറഞ്ഞാൽ 4920/82 × 115. ഒരു മിഠായിക്ക് 10 രൂപയാണെങ്കിൽ 5 മിഠായിക്ക് എത്ര രൂപയായിരിക്കും? 10 × 5 എന്ന വസ്തുത ഇവിടെ ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആണേ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വസ്തുതയുണ്ട്. ഇങ്ങനെ ഒരു നമ്പർ തരുമ്പോൾ എപ്പോഴും ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തോണം. ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ ആണ്? അപ്പോൾ ഇവിടെ ഈ 82ഉം 4920 കൂടെ വെട്ടാൻ പറ്റും. അതിന് നമുക്ക് എത്ര എഴുതാൻ പറ്റും? 60 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 492നെ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഹരിക്കുമ്പം 82 കൊണ്ട് ഹരിക്കുമ്പം ഇവിടെ 6 എന്ന് കിട്ടും. 6 × 10 60 എന്ന് വരും. അങ്ങനെയാണ് ഇത് എഴുതിയത്. ഓക്കെ, 60 × 15 എന്ന് കിട്ടും. 115%. 115% 60 × 115 എന്ന് വരും. 60 × 115 എത്ര വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ല, ഇവിടെ ഇപ്പം 115% എന്ന് പറയുന്നത് 60 × 15 മക്കളെ. ഇത് ഒരു ഡസൻ ബാഗ് വിൽക്കുമ്പോഴാണ് ഈ ഇത്ര പൈസ കിട്ടുന്നത്. അപ്പോൾ ഒരു ബാഗ് വിൽക്കുമ്പം ഒരു ബാഗിൽ നിന്ന് എത്രയായിരിക്കും കിട്ടുന്നത്? 60 × 15/12. കാരണം ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണടാ? 12. ഓക്കെ ആണല്ലോ? ഒരു ഡസൻ ബാഗ് 115% വിറ്റാൽ കിട്ടുന്നത് 60 × 15 എന്ന് പറയുന്ന എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഒരു ബാഗ് വിറ്റ് എത്രയായിരിക്കും? 60 × 15/12. കാരണം ഞാനിത് വെട്ടിക്കളഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. 60ഉം 12 കിട്ടുമ്പോൾ എത്ര? 5 എന്ന് വരും. ഓക്കെ ആണ്? 115 60 × 115 കേട്ടോ. ഓക്കെ, ഇതെത്ര വരും? 60 × 115 എന്ന് പറഞ്ഞാൽ 575. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഉത്തരത്തിലേക്ക് തന്നെയാണ് നമ്മളിത് കൊണ്ടെത്തിക്കുന്നത്. ക്ലിയർ ആണ്? ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി മക്കളെ? നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര സ്ലോയിൽ പറയുന്നത്. ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകുന്ന രീതി തന്നെ ശീലിക്കണം കേട്ടോ. ഓക്കെ ആണ്? ക്ലിയർ ആണ്? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
കണ്ടോ എക്സ്പൊണൻസ്, വീണ്ടും എക്സ്പൊണൻസ്. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ചാനലിൽ എത്ര വീഡിയോസിൽ എത്ര പ്രോബ്ലം ഡിസ്കസ് ചെയ്തു, അവിടെ എല്ലാം നമ്മൾ കൃത്യംഗങ്ങൾ കാണുന്നുണ്ട്. കൃത്യമായിട്ടും പഠിച്ചോണം. അപ്പോൾ വീണ്ടും ഞാനിവിടെ നിന്ന് റിവൈസ് ചെയ്യാണ് മക്കളെ. a⁻m⁴ എന്ന് പറഞ്ഞാൽ a⁻mn ആണെന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഇനി a⁻b⁴m എന്ന് പറഞ്ഞാൽ ab⁴m ആണ്. സോറി, a⁻b. ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് a⁻m × b⁻m എന്ന് എഴുതാൻ പറ്റും. a⁻m × b⁻m എന്ന് എഴുതാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ്. a⁻m/a⁻n എന്ന് പറഞ്ഞാൽ a⁻m−n ആണ്. ഇത്രയും വസ്തുത കൃത്യമായിട്ട് അറിയാവുന്ന ആർക്കും ഈ ചോദ്യം പുഷ്പം പോലെ ചെയ്യാം. 10⁻x × 4/5⁻x എന്ന് പറഞ്ഞാൽ 2⁸ ആണ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ കിടക്കുന്ന ഈ സാധനത്തിനെ മൊത്തം 2⁻ സംതിങ് എന്നാക്കണം. കാരണം 2⁻a = 2⁻b, അല്ലെങ്കിൽ വേണ്ട x എന്ന് എഴുതാം. x⁻a എന്ന് പറയുന്നത് x⁻b ആയാൽ a = b ആയേ മതിയാവും. ഓക്കെ ആണല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറ്റും? ഈ 10നെ 2 × 5⁻x ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻2 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 5⁻x സമം 2⁸ എന്ന് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? വീണ്ടും ഞാൻ ഇതിനെ എനിക്കിങ്ങനെ എഴുതാൻ പറ്റും. ഇതിന് ഞാൻ ഈ 2 × 5⁻xനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാൻ എനിക്ക് 2⁻x × 5⁻x × 2⁸/5⁻x സമം 2⁸ എന്ന് എഴുതാം. 5⁻x ഉം 5⁻x വെട്ടി. ഇനി ഇതെന്താവും? 2⁻x × 2⁻². a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. ഇതെന്ത് വരും? 2⁻x + 2 സമം 2⁸ എന്ന് വരും. x⁻a = x⁻b ആയാൽ a = b ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? x⁻2 സമം 8 എന്ന് എഴുതാം. ഇതിൽ നിന്നും x ഈ 2ന് ഇപ്പുറം എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 8 - 2 ആയിരിക്കും x. അതായത് 6 എന്ന് വരും. ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ഡി 6 ആയിരിക്കും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഈ കൃത്യംഗങ്ങൾ എങ്ങനെ ഒരു ചോദ്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ള വസ്തുത. അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നുള്ളൂ. കൃത്യംഗങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് നമ്മളെ കുഴപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. കൃത്യമായിട്ടും 5 അല്ലെങ്കിൽ 4 5 റൂളുകൾ നമുക്കുണ്ട്. ആ റൂള് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. പിന്നെ 1 മുതൽ 20 വരെയുള്ള നമ്പറിൻ്റെ സ്ക്വയറുകൾ കൃത്യമായിട്ടും പഠിക്കുക. 1 മുതൽ 10 വരെയുള്ള നമ്പറുകളുടെ ക്യൂബുകൾ കൃത്യമായിട്ട് പഠിക്കുക. വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയാണ്. ഓക്കെ ആണ്? ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആകെ മാർക്ക് എത്ര? വളരെ സിമ്പിളാണ്. വീണ്ടും പെർസെൻറ്റേജ് എന്നുള്ള ചോദ്യമാണ്. അതായത് ഒരു പരീക്ഷയ്ക്ക് രാജുവിന് 450 മാർക്ക് കിട്ടി. ഈ മാർക്ക് എന്ന് പറയുന്നത് ആകെ മാർക്കിൻ്റെ 91%. അപ്പോൾ ഈ 455 എന്ന് പറയുന്നത് എത്രയാണ്? 91%. അപ്പോൾ 91% 455 ആണെങ്കിൽ 100% ആകെ മാർക്ക്. ആകെ മുഴുവൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും 100%. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 91% 455 ആണെങ്കിൽ 100% എത്രയാണെന്നാണ്. അപ്പം 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 455/91 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1% 455/91 ആണെങ്കിൽ 100% കണ്ടുപിടിച്ചാൽ മതി. മക്കളെ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. 455നെ 455 ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 91 കൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഹരിക്കാൻ പറ്റുന്ന ഫോർമാറ്റ് തന്നെയായിരിക്കും. അത് ഈ 5 ലാസ്റ്റ് 5 കിടക്കുന്നുണ്ട്. ചുമ്മാ ഒന്ന് നോക്കുക. 91 × 5 ഒന്ന് നോക്കുക. 5 9 5 45 അതാ നോക്കുക 455. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 5 എന്ന് വരും. 1% 5 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 5 × 100. ഒരു മിഠായിക്ക് 5 രൂപയാണെങ്കിൽ 100 മിഠായിക്ക് എത്രയായിരിക്കും? 5 × 100 സമം 500 എന്ന് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 91% 455, അതിൻ്റെ 1% കണ്ടുപിടിച്ചു. 1% കിട്ടിയാൽ 100% ആകെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 1%നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ 8
27, 64, 100, 125, 216, 343 അതായത് 8, 27, 27, 64 പെട്ടെന്ന് കൂടി പോവുക. അപ്പോൾ പെട്ടെന്ന് കൂടുമ്പോൾ ഗുണിതങ്ങളാണോന്ന് നോക്കണം. 8ഉം 27ൻ്റെ ഗുണിതത്തിൽ പെട്ടെന്ന് വരുന്നതല്ല, 27, 64ൻ്റെ ഗുണിതത്തിൽ വരുന്നതല്ല. അപ്പോൾ ഈ നമ്പറിന്, അപ്പോൾ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഈ ഒറ്റയാനെ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള വസ്തുത ഞാൻ പറയട്ടെ. ഒറ്റയാനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകളിൽ ഒരാളെ മാത്രം നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് ഒറ്റയാൻ എന്ന് പറയുക. ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കി എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാവും. ക്ലിയർ ആണേ? 100 പേരിൽ നിന്നും ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ 99 പേർക്കും പൊതുവായിട്ട് എന്തെങ്കിലും ഒരു സാധനം, കോമൺ ആയിട്ടൊരു സവിശേഷത ഉണ്ട്. അത് ആർക്കില്ല? ഈ 100ാമത്തെ ആൾ, ഞാൻ മാറ്റി നിർത്തിയ ആൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഒറ്റയാനായി പോയത്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ പണ്ട് ക്ലാസ്സിലെ പഠിപ്പീനെ മാറ്റി നിർത്തൂലേ? കാരണം എന്താ? ഒരു 50 പേരുള്ള ക്ലാസ്സിൽ ഒരാളായിരിക്കും എപ്പോഴും ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നത്. അപ്പം നമ്മൾ അവനെ മാത്രം അങ്ങ് പഠിപ്പിയായിട്ട് അങ്ങ് മാറ്റി വെക്കും എന്ന് ചിന്തിച്ചാൽ മതി. കാരണം എന്താ? ബാക്കി ആർക്കും എന്ത് കിട്ടുന്നില്ല? ഫസ്റ്റ് റാങ്ക് കിട്ടുന്നില്ല. ആ ഒരു വസ്തുത വെച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒറ്റയാനെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ്. ഒരാൾക്ക് മാത്രമുള്ള സവിശേഷതയല്ല, ബാക്കി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എന്തോ ഒന്ന് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇല്ല എങ്കിൽ അവിടെ വേണം ലോക്കാക്കാൻ. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ ഗുണിതങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ നമ്പറിലേക്ക് നോക്കുമ്പോൾ 1 മുതൽ 10 വരെ ക്യൂബ് അറിയാവുന്ന ഒരാൾക്ക് വ്യക്തമായിട്ടൊന്ന് കിട്ടും. നോക്കടാ, 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്, 27 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബാണ്, 64 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്യൂബാണ്, 125 5ൻ്റെ ക്യൂബാണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? 216 6ൻ്റെ ക്യൂബാണ്, 343 7ൻ്റെ ക്യൂബാണ്. 100 എന്ന് പറഞ്ഞാൽ ആരുടെയും ക്യൂബല്ല. 100 എന്താണ്? 10ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവനല്ലേ ഓഡ് 1? ബാക്കി എല്ലാവരും ക്യൂബായപ്പോൾ ഇവൻ മാത്രം ഓടായി. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ക്ലിയർ ആണേ? ഓക്കെ ആണേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ മതി. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, എനിക്ക് ഈ 5 ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾ അപ്പാടെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. ഇതിൻ്റെ അകത്തുള്ള ചോദിച്ച രീതികൾ മനസ്സിലാക്കി നമ്മൾ ആ ഉത്തരങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു പുതിയ ചോദ്യം തന്നെ ചെയ്യാൻ സാധിച്ചാൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിൽ നിന്നും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് നേരിട്ട് 1-to-1 ക്ലാസ് ലൈവായിട്ട് ഫ്രീ ആയിട്ട് എടുത്തു തരുമെന്ന്. അപ്പം ഈ പറയുന്ന ഈ ക്ലാസ്സിൻ്റെ അവസാനം വരെ കണ്ട് ഈ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ ടെലിഗ്രാമിൽ നമ്മുടെ ടോപ്പിക്സിൻ്റെ ടെലിഗ്രാമും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാമിൽ മെസ്സേജ് ഇടാം. നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ വേണ്ടത് അത്രയും മണിക്കൂർ കൊണ്ട് ആ ഒരു പോർഷൻ, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയി പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഗീവ് അവേ നൽകാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല മക്കളെ. അതുകൊണ്ട് എനിക്ക് നൽകാൻ പറ്റുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗം പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളൊരു ജോലിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക്, ആവശ്യമുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം, ബൈ.